കളുടെ പൊൻകിരണവുമായി മറ്റൊരു ഓണക്കാലം കൂടി വരവായി. എല്ലാ പ്രേക്ഷകർക്കും ജയ്ഹിന്ദിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണപ്പൊലിയാട്ടത്തിൽ വളരെയധികം നിരവധി വിഭവങ്ങളുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓണപ്പൊലിയാട്ടത്തിലേക്ക്. ഈ ഓണപ്പൊലിയാട്ടത്തിൽ പ്രേക്ഷകർക്കായി ഞാൻ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ ബൈജു മണ്ണറ. തിരുവനന്തപുരം ദൃശ്യവേദിയുടെ അണിയറക്കാരനാണ്, അമരക്കാരനാണ്, എന്തിനേറെ അല്ലേ, അതിൻ്റെ ഒരു അനുഗ്രഹീതമായ ഗായകൻ കൂടിയാണ് അല്ലേ? ഗായകനല്ല, നടത്തിപ്പുകാരനാണ്. ഓക്കെ, എന്തായാലും ഗായകൻ അല്ലെങ്കിൽ കൂടി ഒരു കലാഹൃദയം ഇല്ലാതെ ഈ ഒരു സമിതി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്താണ് ഓണവിശേഷങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് പറയാം? നമുക്ക് എപ്പോഴും മലയാളികൾക്ക് ഓണത്തെക്കുറിച്ചിട്ട് നല്ല വിശേഷങ്ങൾ മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷെ അതിന് മുമ്പായിട്ട് ഇന്ന് തിരുവനന്തപുരം ദൃശ്യവേദിക്ക് ഈ ഓണം നാളിൽ ജയ്ഹിന്ദ് ചാനൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ജയ്ഹിന്ദിലെ എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും ഒന്നടങ്കം തിരുവനന്തപുരം ദൃശ്യവേദി കലാകുടുംബത്തിൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവനന്തപുരം ദൃശ്യവേദിയുടെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓണവിശേഷങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓണപ്പൊലിയാട്ടം നമുക്ക് ഗംഭീരമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീം എല്ലാവരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒട്ടേറെ വിഭവങ്ങൾ, നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ വിഭവങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. പാട്ടുകളും കലാരൂപങ്ങളുമായിട്ട് അത് ഓരോന്നായിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞ് ഓരോ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. ഓക്കെ, ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഒരു കൊയ്ത്തുത്സവം അല്ലെങ്കിൽ കാർഷിക ഉത്സവം ഒക്കെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ മലയാളികൾ ഒന്നടങ്കം പറയുമ്പോൾ മഹാബലിയുടെ വരവ്, അതാണല്ലോ ശരിക്കും ഓണമെന്ന് പറയുന്നത്. മഹാബലിയുടെ വരവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കഥയാണ് ശരിക്കും ഓണത്തിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ ആ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട, നമ്മുടെ പൈതൃക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ബാക്കി ഓണവിശേഷങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഒരു പാട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കരുതിയിരിക്കുന്നതും ഓണത്തെക്കുറിച്ചുള്ള പാട്ടാണ്. ഓണപ്പാട്ടാണ്. തീർച്ചയായിട്ടും. എന്താണ് ഓണപ്പാട്ടിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഓണപ്പാട്ട് നമ്മുടെ മഹാബലിയുടെ വരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു പാട്ടാണ്. ഓണപ്പൂവിളിയുമായി ബന്ധപ്പെട്ട പാട്ടാണ്. നമ്മുടെ ഓണപ്പൊലിയാട്ടത്തുമായി ബന്ധപ്പെട്ട പാട്ടാണ്. ശരി, നമ്മുടെ പാട്ടുകാർ അവിടെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ശരി, നമുക്ക് എന്നാൽ ആ പാട്ടൊന്ന് ആസ്വദിക്കാം. ഓക്കെ. ഓണപ്പൊലിയാട്ടത്തിൽ നമ്മളൊരു അടിപൊളി ഓണപ്പാട്ടാണ് അല്ലെ, എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓണപ്പാട്ടാണ് നമ്മൾ ദൃശ്യവേദിയിൽ നിന്ന് കണ്ടത്. ഇനി നമുക്ക് എന്ത് കലാവിരുതാണ് നമുക്ക് വേണ്ടി പ്രകടിപ്പിക്കാൻ പോകുന്നത്? ഇനി ഒരു കലാരൂപം തന്നെയാണ് വരാൻ പോകുന്നത്. കലാരൂപം തന്നെയാണ്. തീർച്ചയായിട്ടും. നമ്മുടെ നാടൻ കലാരൂപങ്ങൾ, ഒട്ടേറെ നാടൻ കലാരൂപങ്ങൾക്ക് സ്വന്തമായുണ്ട്. അതിൽ വള്ളുവനാടിൻ്റെ ഒരു തനത് കലാരൂപമാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ സമിതിയെക്കുറിച്ചിട്ട് കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടേ 2 വാക്ക്. തിരുവനന്തപുരം കേന്ദ്രമാക്കി കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന സമിതിയാണ് തിരുവനന്തപുരം ദൃശ്യവേദി. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഏകദേശം 1500-ൽ പരം വേദികൾ ഈ 15 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളെ സഹായിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ
കേരളത്തിലെ അംഗീകൃതമായിട്ടുള്ള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ആഘോഷ കമ്മിറ്റികളും ക്ഷേത്ര ഉത്സവ കമ്മിറ്റികളുമാണ്. അവരെ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘാടക, ഞങ്ങളുടെ ഈ സമിതിയുടെ പ്രൊഡ്യൂസർ ശ്രീമതി അനിത മുരുക്കുമ്പുഴയാണ്. ഇതിനുള്ള എല്ലാവിധ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന അനിത മുരുക്കുമ്പുഴയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ കലാരൂപത്തിലേക്ക് പോകാൻ തോന്നുന്നു. എന്താണ് ആ കലാരൂപം? മലവാഴിയാട്ടം എന്ന കലാരൂപമാണ്. മലവാഴിയാട്ടം നമ്മുടെ വള്ളുവനാടിൻ്റെ, പ്രത്യേകിച്ചും പാലക്കാട് മലപ്പുറം മേഖലകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഷ്ഠാന കലാരൂപമാണ് മലവാഴിയാട്ടം. മലവാഴിയാട്ടത്തിന്റെ ചുവടും പാട്ടുകളുമായി നമ്മുടെ കൂട്ടുകാർ റെഡിയാണ്. അപ്പോൾ നമുക്കത് ആസ്വദിച്ചാലോ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അയ്യായിരം കല്ലുരുട്ടി അടിയും പണിതോരമ്മ, 3000 കല്ലുരുട്ടി മുകളും പണിതോരമ്മ, പൊന്നും തലയ്ക്കലു വാഴും പൊന്നു മലവാരത്തമ്മ, പൊന്നും തലയ്ക്കലു വാഴും പൊന്നു മലവാരത്തമ്മ, മലവാരത്തമ്മേ കല്ലടിക്കോടം നിറങ്ങ്, പൊന്നു മലവാരത്തമ്മേ കല്ലടിക്കോടം നിറങ്ങ്, ചെമ്പട്ട് ചുറ്റിയ ചേല അമ്മ ആടി ഇറങ്ങണ നേരം, ചെമ്പട്ട് ചുറ്റിയ ചേല അമ്മ ആടി ഇറങ്ങണ നേരം, അരയിലര മണി പൂട്ടി എന്തോരഴ കാണണ്ടമ്മ, അരയിലര മണി പൂട്ടി എന്തോരഴ കാണണ്ടമ്മ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, കരിനീലി അമ്മ കരിയോട്ടമയ്യേ എന്തഴകേ, നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, നീലി നീലി കാവേ കരിനീലി കാവേ, കരിനീലി കാവിൽ ആട്ടം കാണാ, ചേലിടും നല്ല ചന്തമുള്ളവൾ, ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ, ചേലിടും നല്ല ചന്തമുള്ളവൾ, ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ, ആൺ പേട പോൽ വിഴിയുള്ള പെണ്ണിവൾ, ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ, ചേലഴും നല്ല ചന്തമുള്ളവൾ, ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ, ചെഞ്ചോര ചെങ്കതിരെ താഴെ ചെമ്മാനം പൂക്കും പോലെ, ഓതിവാരം നിന്നോരമ്മ തിരുവരം തന്നിടട്ടാ, ചെങ്കുര ചെങ്കതിരെ താഴെ ചെമ്മാനം പൂക്കുമ്പോഴേ, ഓടിവരം തന്നോരമ്മ തിരുവരം തന്നിടട്ടാ, ചെഞ്ചോര ചെങ്കതിരെ താഴെ ചെമ്മാനം പൂക്കും പോലെ, ഓതിവാരം തന്നോരമ്മ
തിരുവരം തന്നിടട്ടാ ചെന്തൂര ചെങ്കതിരേ താഴെ ചെമ്മാനം പൂക്കുമ്പോഴേ ഉദിവരം തന്നോരമ്മ തിരുവരം തന്നിടട്ടാ. ചേലിടും നല്ല ചന്തമുള്ളവൾ ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ ചേലും നല്ല ചന്തമുള്ളവൾ ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ. ചേലിടും നല്ല ചന്തമുള്ളവൾ ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ ചേലും നല്ല ചന്തമുള്ളവൾ ഏതൊരേ നല്ലൊരച്ഛൻ പൊന്മകൾ. മഞ്ഞക്കുറി വരച്ചേ നമ്മ തിരിപൊടി എടുത്തേ അടിക്കലിച്ചുറമേ നല്ലൊരു ചന്തം തട്ടാ. മഞ്ഞക്കുറി വരച്ചേ നമ്മ പിരിപൊടി എടുത്തേ ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്തോട്ടാ. അഞ്ഞാടും പന്തലിലേ വന്നേ അടിക്കളിക്കണ്ടമേ അഞ്ഞാടും പന്തലിലേ വന്നേ അടിക്കളിക്കണ്ടമേ പാട്ടിന്റെ താളത്തിൽ ആടിക്കളിക്കണ്ടമേ മുളങ്കുഴലിന്റെ പാട്ടിന്റെ താളത്തിൽ ആടിക്കളിക്കണ്ടമേ. മഞ്ഞക്കുറി വരച്ചേ നമ്മ പിരിപൊടി എടുത്തേ ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്തോട്ടാ. മഞ്ഞക്കുറി വരച്ചേ നമ്മ പിരിപൊടി എടുത്തേ ആടിക്കളിച്ചൊരമ്മേ നല്ലൊരു ചന്തോട്ടാ. എന്തൊരു എനർജിയാണല്ലേ ഓരോ പാട്ടുകളും കേൾക്കാനായിട്ട്. നാടൻ പാട്ടുകളുടെ ഒരു സത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം അവർ ഡാൻസ് ചെയ്യുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു. ഭയങ്കര എനർജിയാണ്. അല്ലെങ്കിൽ നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കലാരൂപങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത്ര മനോഹരമായിട്ട് തന്നെ അവർ അത് അവതരിപ്പിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടി തരാൻ പോകുന്നത്? വീണ്ടും ഒരു ഓണപ്പാട്ടാണ് വരാൻ പോകുന്നത്. ഓണപ്പാട്ട്. പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലൊക്കെ വളരെയധികം പ്രചാരമുള്ള ശ്രദ്ധേയമായ ഒരു ഓണപ്പാട്ടുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ബിനിത പോത്തംകുടത്തുകയാണ്. പാട്ടിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ആസ്വദിക്കാം അല്ലേ? ബിനിതയുടെ ഒരു ഓണപ്പാട്ട് നമുക്ക് ആസ്വദിച്ചിട്ട് വേഗം മടങ്ങി വരാം. താങ്ക് യു. അത്തിന്തോം തോം തക തിന്തിന്തോം തോം തക അത്തിന്താരോ താര തിന്തിന്താര. അത്തിന്തോം തോം താര തിന്തിന്തോം തോം താര അത്തിന്താരോ താര തിന്തിന്താര.
പാടുന്നവർക്ക് മാത്രമല്ല അത് കേൾക്കുന്നവർക്കും ഒരു എനർജി തരുന്ന ഒരു കാര്യമാണല്ലേ ഈ നാടൻ പാട്ടെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഓളവും ഒരു ഈണവും ഒക്കെ എന്ന് പറയുന്നത് കേൾക്കുന്നവരെ കൂടി ഒരു എനർജിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരത്തിൽ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമുക്ക് എന്താണ്, ഇനിയും പാട്ട് തന്നെയാണോ? തീർച്ചയായിട്ടും ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടും കൂടി പാടുകയാണ്. ഓണപ്പാട്ട് തന്നെ. പ്രത്യേകിച്ചിട്ടും നമുക്കറിയാമല്ലോ, അത്തം മുതൽ തുടങ്ങി 10 ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓണമെല്ലാം ഓർമ്മയിലെ ഓണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് നമ്മുടെ ആ ഗൃഹാതുരത്വമുള്ള നമ്മുടെ ആ പഴമക്കാരുടെ ഒരു ഓണത്തിൻ്റെ ഒരു ഓണപ്പാട്ടാണ്. പ്രത്യേകിച്ചും അത്തത്തിന് നമ്മൾ പൂവിറുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓണപ്പാട്ടാണ്. ആ ഓണപ്പാട്ടുമായിട്ട് നമ്മുടെ 2 പ്രിയപ്പെട്ട പാട്ടുകാരെത്തുകയാണ്. ഒന്ന് വർഷാമുരുക്കുമ്പോഴേയും മറ്റൊന്ന് രഞ്ജിത്തും. അപ്പോൾ രണ്ടുപേരുടെയും പാട്ടിലേക്ക് പോകാം. ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്ന, ഓണത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഗാനവുമായിട്ടാണ് നമ്മുടെ ഗായികമാരിവിടെ എത്താൻ പോകുന്നത്. നമുക്കത് ആസ്വദിക്കാം. പൂവിരിപ്പിൽ പണ്ടു തിരടം പിറന്നേ, ഒത്തിരട കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. ചെമ്മാന പൂവിരിപ്പിൽ പണ്ടു തിരടം പിറന്നേ, ഒത്തിരട കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. തിത്താം തെയ്താര തക തെയ് തകതാര, എന്ത് രസമുള്ള ലൈൻസ് ആണ് അല്ലേ. ഞാനിങ്ങനെ കേട്ട് അതിൻ്റെ ഒരു ഓളത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായ താളവും അല്ലേ, താളമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. വളരെ മനോഹരമായ പാട്ട്. അപ്പോൾ ഇത്രയൊക്കെ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ കേട്ടു, അതുപോലെ തന്നെ നാടൻ പാട്ട് കേട്ടു. ഇപ്പോൾ എനിക്കൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് എനിക്ക് തരുമോ? തീർച്ചയായിട്ടും. ഓക്കെ, അടുത്തൊരു പാട്ട് ഏതാണ്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അനീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു മണിച്ചേട്ടൻ്റെ പള്ളി പോകാം. കാരണം എപ്പോഴും നാടൻപാട്ടുകാരെന്ന് പറയുമ്പോൾ ആ നാടൻപാട്ട് ഇതിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പാട്ടുകളാണ് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ. കാരണം അത്രത്തോളം മണിച്ചേട്ടൻ നാടൻപാട്ട് നൽകിയ സംഭാവന. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇപ്പോൾ നമുക്ക് മണിച്ചേട്ടൻ്റെ പാട്ടുമായിട്ട് എത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ മണിച്ചേട്ടനില്ലാതെ എന്ത് ഓണം അല്ലെ, എന്ത് നാടൻ പാട്ട്. അപ്പോൾ മണിച്ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഓണപ്പാട്ട്, ഒരു നാടൻ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ ഓർമ്മയിലേക്ക് കൂടി നമുക്ക് ആ പാട്ടിലൂടെ പോകാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.
കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. വെള്ളമേൽ പുള്ളുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരേ എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളമേൽ പുള്ളുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരേ എത്ര ഞാൻ വാങ്ങി തന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള പിങ്കാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കുട്ടേലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള പിങ്കാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കുട്ടേലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. എന്നോടൊന്ന് മിണ്ടാത്തേ എന്നെ എന്ത് കാണാത്തേ എന്നെ മറന്നോ ചേട്ടാ എൻ്റെ ഉണ്ണേട്ടോ എന്നെ വെറുത്തോ ചേട്ടാ. എന്നോടൊന്ന് മിണ്ടാത്തേ എന്നെ എന്ത് കാണാത്തേ എന്നെ വെറുത്തോ ചേട്ടാ എൻ്റെ ഉണ്ണേട്ടാ എന്നെ മറന്നോ ചേട്ടാ. എന്നോടൊന്ന് മിണ്ടാത്തേ എന്നെ എന്ത് കാണാത്തേ എന്നെ മറന്നോ ചേട്ടാ എൻ്റെ ഉണ്ണേട്ടോ എന്നെ വെറുത്തോ ചേട്ടാ. ആടണം പാടേണോ എനിക്കിന്ന് പാടി കുടിക്കേണോ ആടണം പാടേണോ എനിക്കിന്ന് പാടി കുഴയേണോ കേക്കണം കേൾക്കേണോ എൻ്റെ കഥ നീയൊന്നു കേട്ടിടണോ എൻ കൂടെ ജീവിക്കാനായി ആശയുള്ള പെണ്ണെ നീ കേട്ടിടണോ പച്ചപ്പനന്തത്ത പുന്നാര പൂന്തത്ത പുന്നലിം പൂങ്കരളെ എന്നോ മന പുന്നാര പൂങ്കരളെ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തപ്പിലൊന്ന് പൂങ്കരളെ വന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ ആടണം പാടേണോ എനിക്കിന്ന് പാടി കുടിക്കേണോ കേൾക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണോ ആടണം പാടേണം എനിക്കിന്ന് പാടി കുടിക്കേണോ കേൾക്കണം കേൾക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണോ. ഓണപ്പൊലിയാട്ടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കണ്ടു. എന്നാൽ കാഴ്ചകൾ കണ്ട് മതിയായിട്ടില്ല അല്ലേ പ്രേക്ഷകർക്ക്? നമുക്ക് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണണ്ടേ? ഇനിയും ഒരുപാട് പെർഫോമൻസുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും ഇന്ന് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.